കേരള സ്റ്റോറി, കേരള ഈസ് സോറി. എവർക്കും സ്വാഗതം. ഇടുക്കി ഡയസിസ് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. അവരുടെ പെൺകുട്ടികളെ മുസ്ലിം സമുദായത്തിൻ്റെ സംഘടിതമായ അക്രമത്തിൽ നിന്നും കുതന്ത്രങ്ങളിൽ നിന്നും രക്ഷിക്കാനായി ബോധവൽക്കരിക്കേണ്ടതിന് എല്ലാ തന്ത്രങ്ങളും പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് നടത്തുന്ന ഒരു ട്രെയിനിങ് ക്യാമ്പിൽ അതിനുവേണ്ടി ഉപയോഗിച്ച ഒരു മാർഗമാണ് കേരള സ്റ്റോറി എന്ന് പറയുന്ന പടം അവരെ കാണിക്കുകയും അവരായിരിക്കുന്ന സാഹചര്യങ്ങളിൽ പതിയിരിക്കുന്ന അപകടങ്ങളെത്ര വലുതും ഭീകരവുമാണ് എന്ന് അവരെ ബോധവൽക്കരിക്കുകയും ചെയ്യുവാൻ ഇടുക്കി ഡയോസിസ് നടത്തുന്ന ഈ ഒരു വലിയ യജ്ഞം, ഇതിനെ നീതീകരിച്ചുകൊണ്ട് നല്ല വെളുത്ത കുപ്പായമിട്ട ഒരു അച്ഛൻ, ഒരു ഫാദർ മാധ്യമത്തോട് പറയുന്നത്, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട്, മറ്റാരുടെയും കണ്ണല്ല, എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത്. അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ ഈ കേരള സ്റ്റോറി കുഞ്ഞുങ്ങളെ കാണിക്കുന്നത്, ഞങ്ങളുടെ യുവതി യുവാക്കന്മാരെ കാണിക്കുന്നത് അവരിൽ മുസ്ലിം സമുദായത്തോട് ശത്രുത പരത്തുവാനല്ല. ഞങ്ങൾക്ക് മുസ്ലിം സമുദായത്തോട് യാതൊരു വിരോധവുമില്ല. ഞങ്ങളിത് കാണിക്കുന്നത് അവർ അപകടത്തിലാണ് എന്ന് അവർ ബോധ്യപ്പെടുന്നതിന് വേണ്ടി മാത്രമാണ്. പക്ഷേ സഭയ്ക്ക് വേണ്ടി കള്ളം പറയാൻ ബാധ്യസ്ഥനായ ഒരു പുരോഹിതൻ ഇങ്ങനെയുള്ള ഭാഷ്യങ്ങൾ പൊതുരംഗത്ത് വിളമ്പുമ്പോൾ അദ്ദേഹം ഓർത്തിരിക്കേണ്ട ഒരു ചെറിയ കാര്യമുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഈ പവിഴമുത്തുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പന്നികളല്ല. അവർക്ക് രണ്ടും കൂട്ടിയാൽ 4 എന്ന് മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് എന്ന് ഇദ്ദേഹത്തിന് എന്തുകൊണ്ടോ മനസ്സിലാകുന്നില്ല. കേരള സ്റ്റോറി ഈ സമയത്ത്, ഇലക്ഷൻ എടുത്തിരിക്കുന്ന സമയത്ത്, ഇപ്രകാരം പൊതുശ്രദ്ധയെ ആകർഷിക്കുമാർ, ഇത് രഹസ്യമായിട്ടൊന്നുമല്ല, പരസ്യമായിട്ട് തന്നെ കേരളത്തിൻ്റെ മുഴുവനും ശ്രദ്ധ പിടിച്ചു പറ്റത്തക്കവണ്ണം പ്രദർശിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിൽ കത്തോലിക്ക പെൺകുട്ടികളെ മുസ്ലിം യുവാക്കന്മാർ വശീകരിച്ച് വിവാഹം കഴിച്ച് അവരെ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്നു. ആയിരക്കണക്കിന് 10,000-കണക്കിന് പെൺകുട്ടികൾ ഇങ്ങനെ ശാപത്തിൻ്റെ വഴിയിലായിപ്പോയി എന്ന് പ്രചരിപ്പിക്കുമ്പോൾ ആ പ്രചരണത്തിൻ്റെ ഫലമായി ക്രിസ്ത്യാനികളുടെ മനസ്സിൽ മുസ്ലിം സമുദായത്തിലുള്ള ആളുകളോട് സ്നേഹം വർദ്ധിക്കുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ഉള്ളിൽ മുസ്ലിങ്ങളോടുള്ള സ്നേഹം ഒട്ടും കുറയത്തില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഏത് മനഃശാസ്ത്രമാണോ ഇദ്ദേഹം പഠിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അറിയാതിരിക്കുന്നതാണ് നന്ന്. എന്നാൽ നിങ്ങൾ എന്നോട് ചോദിക്കും, താൻ ഈ കേരള സ്റ്റോറി കണ്ടോ? കണ്ടില്ല, കാണുകയുമില്ല. കാരണം ഞാൻ പൊതുവേ ഇങ്ങനെ ഫിലിം കാണുന്ന ആളല്ല. കാരണം അയാഥാർത്ഥ്യങ്ങളുടെ ലോകത്തിൽ ചിലവഴിക്കാൻ എൻ്റെ കയ്യിൽ ഒരു നിമിഷം പോലുമില്ല. അതുകൊണ്ട് തന്നെ. എന്നാൽ ഇത് ആരെങ്കിലും എന്നെ കാണാൻ പ്രേരിപ്പിച്ചാൽ ഞാൻ കാണുമായിരുന്നു. പക്ഷേ കാണണ്ട എന്ന് ദൃഢനിശ്ചയം ചെയ്യാനുള്ള കാരണം, ഈ സിനിമ ഉണ്ടാക്കിയ പടച്ചുവിട്ട ആളുകൾ ആദ്യം പറഞ്ഞത് 3 ലക്ഷത്തിൽ പരം പെൺകുട്ടികളെ കേരളത്തിൽ നിന്ന് ജിഹാദിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. അത് ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞു, ഇല്ല, അങ്ങനെ 3 പേരുടെ കേസ് ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫിലിമിൻ്റെ, ഈ പടത്തിൻ്റെ നിർമ്മാതാക്കൾ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്, അവർ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വസ്തുതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് എന്നവർ തന്നെ പറഞ്ഞിരിക്കെ, പിന്നെ ഈ അസത്യം വിളമ്പുന്നത് വലിച്ചു വാരി തിന്നാൻ
സാമാന്യ ബുദ്ധിയുള്ളവർ, സ്വയം സ്വാഭിമാനം അല്പമുള്ളവർ പോയി വാവിളിച്ചിരിക്കും എന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. തന്നെയുമല്ല, കേരളത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് ഞാൻ അറിയേണ്ടതിന് അങ്ങ് വടക്ക് നിന്ന് ആരാണ്ട് വന്ന് എന്നെ പടം കാണിക്കണം. കേരളത്തിലെ അവസ്ഥ എന്താണെന്നറിയാൻ കേരളത്തിലെ ആളുകളെ അങ്ങ് വടക്ക് നിന്ന് ആളുകൾ വന്ന് കോക്കാം ബീച്ച് കാണിക്കണോ? എന്താണ് ഈ പറയുന്നത്? നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന യാഥാർത്ഥ്യങ്ങളെപ്പറ്റി നമുക്ക് ബോധമില്ല, അഥവാ ദൂരെ നിന്ന് ആരെങ്കിലും വന്ന് പറഞ്ഞാലേ നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ എന്നാണ് നമ്മുടെ അവസ്ഥയെങ്കിൽ അയ്യോ കഷ്ടം എന്ന് മാത്രമേ എനിക്കിതിനെപ്പറ്റി പറയാനുള്ളൂ. ഇത് നിങ്ങൾക്കേവർക്കും നന്നായി അറിയാവുന്നതുപോലെ വളരെ കൃത്യമായി ആവിഷ്കരിച്ചിട്ടുള്ള ഒരു വർഗീയ അജണ്ടയുടെ ഭാഗമാണ് എന്നത് ഞാൻ കണ്ണടച്ച് വിശ്വസിക്കുകയാണ്. കാരണം എന്താണെന്ന് പറയാം. ഏതാണ്ട് 2 വർഷങ്ങൾക്ക് മുൻപാണ് പാലാ അതിരൂപതയുടെ ബിഷപ്പായ കല്ലറങ്ങാട്ട് ഈ ലവ് ജിഹാദിനെ പറ്റി മറത്തടിച്ച് നിലവിളിച്ചത്. അന്ന് അതിനോട് പ്രതികരിച്ച് ഞാൻ ഒരു പ്രസ്താവന, ഒരു വീഡിയോ ഇറക്കിയിരുന്നു. അത് ഞാൻ പറഞ്ഞത്, ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചോദ്യം കല്ലറങ്ങാട്ടിൻ്റെ മതം ഏതാണ് എന്നുള്ളതാണ്. കാരണം ക്രിസ്തുവിൽ വിശ്വസിക്കുകയോ ക്രിസ്തുവിൻ്റെ ആദർശങ്ങളെ അറിയുകയോ മാനിക്കുകയോ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പോലും ഇപ്രകാരം ഒരു നിലപാടെടുക്കാൻ സാധ്യമല്ല. കാരണം ഇതൊരു യഥാർത്ഥ പ്രശ്നമാണെങ്കിൽ ആ പ്രശ്നത്തെപ്പറ്റി ഒരു ബിഷപ്പിന് ചിന്താഭാരമോ ചുമതലയോ ഉണ്ട് എങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് വളരെ ലളിതമായ കാര്യമാണ്. ഇത് സംബന്ധമായ വസ്തുതകൾ ശേഖരിച്ച് അതിനെ ആസ്പദമാക്കി ഒരു ചെറിയ പെറ്റിഷൻ ഡ്രാഫ്റ്റ് ചെയ്ത് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഏതെങ്കിലും കത്തോലിക്ക സഭ, അതിരൂപത ഓർ സാധാരണ സഭ, അപ്രകാരമുള്ളൊരു പരാതി കേരളത്തിലെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തതായിട്ട് നിങ്ങൾക്കറിയാമോ? ചെയ്തിട്ടില്ല എന്നെനിക്ക് വ്യക്തമായിട്ടറിയാം. ചെയ്യാൻ സാധ്യമല്ല എന്നതും എനിക്ക് വ്യക്തമായിട്ടറിയാം. കാരണം മറ്റൊന്നുമല്ല, ഈ ആരോപണം 100% അടിസ്ഥാനരഹിതമാണ്. ഞാൻ എന്തുകൊണ്ടങ്ങനെ പറയുന്നു എന്ന് ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളെ അറിയിക്കട്ടെ. ഞാൻ ഏതാണ്ട് 1 വർഷത്തിന് മുൻപ് ചെയ്തൊരു വീഡിയോ ഞാനത് സൂചിപ്പിച്ചതാണ്. അത് ആവർത്തിക്കാൻ ഈ സമയത്ത് അത്യാവശ്യമുള്ളത് കൊണ്ട് ഞാൻ ആവർത്തിക്കുകയാണ്. കല്ലറങ്ങാട്ടിൻ്റെ മതമെന്ത് എന്ന ചോദ്യത്തെ ആസ്പദമാക്കി ഞാൻ ചെയ്ത വീഡിയോ കണ്ട അദ്ദേഹം അതിനെപ്പറ്റി വളരെ തലയെടുപ്പുള്ളൊരു രാഷ്ട്രീയ നേതാവിനോട് പരാതി പറയും. അദ്ദേഹം അടുത്ത ദിവസം തന്നെ എന്നെ കാണുവാൻ തിരുവനന്തപുരത്ത് വരികയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ സാറ് കല്ലറങ്ങാട്ട് പിതാവിനെ പറ്റി പറഞ്ഞത് കൂടിപ്പോയി, അങ്ങനെ പറയരുതായിരുന്നു. ഞാൻ പറഞ്ഞു, ശരി, ഞാൻ പറഞ്ഞത് പിൻവലിക്കുകയും നിരുപാധികമായി മാപ്പ് പറയുകയും മാപ്പ് അപേക്ഷിക്കുകയും ചെയ്യാം. ഒരു കാര്യം ചെയ്താൽ മതി. കല്ലറങ്ങാട്ട് പിതാവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ ഒരു ആരോപണം ഉന്നയിക്കുവാൻ അദ്ദേഹത്തിൻ്റെ പക്കലുള്ള തെളിവ് അടിസ്ഥാനമെന്ത്, ഒരു 5 പേരുടെ പേര്, 5 പെൺകുട്ടികൾ ഇങ്ങനെ ലവ് ജിഹാദിൽപ്പെട്ട് വഴിയാധാരമായ 5 പെൺകുട്ടികളുടെ പേര് മാത്രം, വേറെ ഒരു വിവരവും എനിക്ക് വേണ്ട, പേര് മാത്രം തന്നാൽ ഞാൻ നാളെ എൻ്റെ വീഡിയോ പിൻവലിക്കുകയും അദ്ദേഹത്തോട് സാഷ്ടാംഗം വീണ് നിരുപാധികം ക്ഷമയാചിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ആ മാന്യദേഹം എന്നോട് പറഞ്ഞത്, ഞാനും പിതാവിനോട് തന്നെ പറഞ്ഞു, ഇത് സംബന്ധമായ തെളിവ് വല്ലതും ഉണ്ടെങ്കിൽ എന്നെ കൂടെ കാണിക്കണമെന്ന് പറഞ്ഞപ്പോൾ പിതാവ് പറയുന്നു, അങ്ങനൊന്നും കാണിക്കാനൊക്കത്തില്ല. അതിൻ്റെ കാര്യം പറ്റുന്നുമല്ല, ഉള്ളതല്ലേ കാണിക്കാനൊക്കത്തുള്ളൂ. ഒന്നുകിൽ ഉള്ളതിനെപ്പറ്റി നാണിക്കണം, അതുകൊണ്ടാണ് നമ്മൾ മുണ്ടൊക്കെ എടുത്തുകൊണ്ട് നടക്കുന്നത്. അല്ലെങ്കിൽ ഇല്ലാത്തതെങ്ങനെ ഉണ്ടെന്ന് എടുത്ത് കാണിക്കുന്നു. അപ്പോൾ ഇതാണ് ഇതിനകത്തെ അവസ്ഥ. എന്നാൽ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ല വിധേനയും അധികാരം പിടിച്ചെടുക്കണം. അവർക്ക് കസേര വേണം, അവർക്ക് മറ്റെല്ലാവരെയും നിയന്ത്രിക്കണം, രാജ്യത്തെ നിയന്ത്രിക്കണം, രാജ്യത്തിൻ്റെ ഓരോ കണികയെയും നിയന്ത്രിക്കണം. ഇപ്പോൾ BJPയെ പറ്റി അതിനെ അകത്തു നിന്നറിയാവുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യം, BJP മറ്റുള്ള പാർട്ടികളും തമ്മിൽ പ്രധാനപ്പെട്ട
ഒരു വ്യത്യാസം. മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് കസേര പിടിച്ചെടുത്താൽ മതി, പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ഉള്ളും പിടിച്ചെടുക്കണം എന്നതാണ്. അതിൽ കുറഞ്ഞതൊന്നും അവർക്ക് തൃപ്തിയാകുകയില്ല എന്ന് നന്നായി വിശദീകരിച്ച് പറഞ്ഞത് ഭാരതത്തിലെ ഇലക്ഷൻ വിദഗ്ധനായ അദ്ദേഹത്തിൻ്റെ പേരെന്നാണ്, കിഷോർ. അതിൻ്റെ പേര് ഞാൻ പൂർണ്ണ പേരെപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നില്ല. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ അതിനോട് യോജിക്കുന്ന വ്യക്തിയാണ്. അതിൻ്റെ തെളിവായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നൊരു കാര്യം, ഇപ്പോൾ AK ആൻ്റണിയും അദ്ദേഹത്തിൻ്റെ പുത്രനും തമ്മിൽ പരസ്യമായി രൂപപ്പെട്ടു വരുന്ന ഈ ഒരു ഏറ്റുമുട്ടൽ. നമുക്കറിയാം AK ആൻ്റണി വളരെ വളരെ ശാന്തനാണ്. ഒരു വിധത്തിലും അദ്ദേഹം കയർത്ത് ഒരു വാക്ക് സംസാരിക്കുന്ന ആളല്ല. ഞാൻ ദീർഘനാൾ അദ്ദേഹത്തെ അറിയുമെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിയന്ത്രണം വിട്ട് അദ്ദേഹം ആരോടും കോപിച്ചൊരു വാക്ക് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. മാത്രവുമല്ല, AK ആൻ്റണി തൻ്റെ പുത്രനായ അനിൽ ആൻ്റണിയെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് എനിക്ക് വ്യക്തിപരമായിട്ടറിയാം. അങ്ങനെയുള്ളൊരു പിതാവിന് അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന വ്യഥ നിങ്ങൾ മനസ്സിലാക്കണം. അനിൽ ആൻ്റണി BJPയിൽ ചേർന്നതോടെ അവൻ്റെ അപ്പൻ ആജീവനാന്തം സേവിച്ച ഒരു പാർട്ടിയെയും അതിൻ്റെ സിദ്ധാന്തത്തെയും 100% തള്ളിപ്പറയുക മാത്രമല്ല, ആ പ്രസ്ഥാനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും അപമാനിക്കത്തക്ക വിധത്തിൽ സംസാരിക്കുവാൻ നിർബന്ധിതനാണ്. അനിൽ ആൻ്റണിക്ക് അതങ്ങനെ പറയണമോ പറയേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. പാർട്ടിക്ക് മനസാക്ഷി അടിയറ വെക്കാത്ത ആർക്കും BJPയിൽ സ്ഥാനമോ ഭാവിയോ ഉണ്ടാകുകയില്ല എന്നത് ആലപ്പുഴയുള്ള കൃപാസനത്തിലിരിക്കുന്ന മാതാവിന് അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ടാണ് അനിൽ ആൻ്റണി കുഞ്ഞ്, നീ അങ്ങോട്ട് പോക്കൂ, നിൻ്റെ ഭാവി അവിടെ സുരക്ഷിതമാക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് അനിൽ ആൻ്റണിയുടെ മാതാവിനോട് കൃപാസന മാതാവ് തിരുവായി മൊഴിഞ്ഞത് എന്ന് നമുക്ക് അറിയാം. തൽഫലമായ ഒരു ഭവനം രണ്ടായി കീറി മുറിക്കപ്പെടുകയാണ്. ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ, അതായത് അനിൽ ആൻ്റണി ചേർന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ തനതായ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നൊരു യാഥാർത്ഥ്യമാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. കരുണാകരൻ്റെ 2 മക്കൾ മുരളിയും പത്മജയും, അവർ തമ്മിലുള്ള അവസ്ഥ നോക്കൂ. ഒരു ഭവനം രണ്ടായി കീറി മുറിച്ചിരിക്കുകയാണ്. ഇത് വ്യക്തിപരമായ തലത്തിൽ സംഭവിക്കുന്നത് പോലെ തന്നെ രാഷ്ട്രീയ ലാഭത്തിന് 2 വിശ്വാസ സമൂഹങ്ങളെ പരസ്പരം തമ്മിലടിപ്പിക്കുക, കേരളത്തിൽ BJPയുടെ ഭാവിയിൽ എന്തെങ്കിലും നേട്ടം വരണമെങ്കിൽ ഇത് അനിവാര്യമാണ് എന്ന് അവർക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. ആ ഒരു തന്ത്രമാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലായി വളരെ തന്ത്രപൂർവ്വം, സാമർഥ്യത്തോടെ, കൗശലത്തോടെ പ്രയോഗിച്ചു കൊണ്ടേയിരിക്കുന്നത്. എന്നാൽ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ രാഷ്ട്രീയ തന്ത്രത്തിൽ ഏറ്റവും പ്രത്യക്ഷമായും ആവേശഭരിതമായും പങ്കെടുക്കുന്നത് കേരളത്തിലെ ചില മെത്രാന്മാരാണ്. അവരുടെ കൂടെ നിൽക്കുന്ന ശിങ്കടികളാണ്. അവരാൽ വഴിതെറ്റിക്കപ്പെടുന്ന ചില വിശ്വാസ കൂട്ടങ്ങളാണ് എന്ന് പറയുമ്പോൾ ഇത് കേരള ക്രിസ്തീയ സമൂഹത്തിൻ്റെ അഭൂതപൂർവമായ ശാപത്തിൻ്റെയും അധഃപതനത്തിൻ്റെയും അളവുകോലാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ എൻ്റെ ചിന്തകൾ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം ഇപ്പോൾ ഒരു ഭവിഷ്യവാണി എന്ന വിധത്തിൽ നിങ്ങളോട് പറയുകയാണ്. 10 വർഷത്തിനുള്ളിൽ കേരളം BJPയുടെ കയ്യിലിരിക്കും. ഞാൻ എന്തുകൊണ്ടങ്ങനെ പറയുന്നു? പറഞ്ഞുതരാം. നിങ്ങൾ BJPയുടെ രാജ്യ തലത്തിലുള്ള നാഷണൽ ലെവലിലുള്ള വളർച്ച നോക്കിയാൽ അത് വളരുവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഭാരത രാഷ്ട്രീയത്തിൽ സംഭവിച്ച മൂല്യച്യുതികൾ മാത്രമാണ്. അല്ലെങ്കിൽ ഒരിക്കലും BJP ഭാരതത്തിൻ്റെ ഭരണസാരഥ്യം വഹിക്കുമായിരുന്നില്ല. ഒരു ജനത്തിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ ധാർമ്മിക, ബൗദ്ധിക, ആധ്യാത്മിക അധഃപതനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു വലിയ കൈനീട്ടം
അല്ലെങ്കിൽ വലിയ നേട്ടം BJP കൈവരിച്ചത് എന്നത് എനിക്ക് വ്യക്തമായിട്ടറിയാം. കാരണം എന്താണ്? അത് മനഃശാസ്ത്രമാണ്. ഒരു വ്യക്തിയോ ഒരു ജനതയോ അവരുടെ ഉള്ളിലുള്ള ധാർമ്മികവും ദൈവികവുമായ വെളിച്ചം നശിപ്പിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ പിന്നെ സ്ഥിതി ചെയ്യുന്നത് കിരാതവും പൈശാചികവുമായുള്ള രുചികളും താല്പര്യങ്ങളുമാണ്. അവയൊക്കെയും അവർ എടുക്കുന്ന തീരുമാനങ്ങളെ, തിരഞ്ഞെടുപ്പുകളെ കാര്യമായി ബാധിക്കും. അതുകൊണ്ട് ഇന്ന് ഭാരതത്തിൽ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ പൊതുവെ നിലനിൽക്കുന്ന സാംസ്കാരികവും രാഷ്ട്രീയവുമായ കാഴ്ചപ്പാടിൽ അക്രമവും വഞ്ചനയും അനീതിയും അസത്യവും സാമർഥ്യത്തോടെ പ്രയോഗിക്കുകയും പ്രത്യേകിച്ച് ബലപ്രയോഗത്തിൽ സർവ പ്രതീക്ഷയും അർപ്പിക്കുകയും ചെയ്യുന്ന, യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിച്ച് സത്യത്തിന് അല്പം പോലും വില കൊടുക്കാതെ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് പറയുന്നത് മാത്രമാണ് സത്യമെന്നും അങ്ങനെയുള്ള നിലപാടുകളോട് പെട്ടെന്ന് യോജിക്കാത്ത ആളുകളെ, ദേശദ്രോഹികളെ ചിത്രീകരിക്കാനും മടിക്കാത്ത ഒരു സാഹചര്യം ഭാരതത്തിൽ ഉളവാകാൻ കാര്യം ഭാരതത്തിൻ്റെ സാംസ്കാരിക, ധാർമ്മിക, ആധ്യാത്മിക അടിസ്ഥാനം അത്രമാത്രം ബലഹീനമായി പോയതുകൊണ്ടാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇപ്രകാരമുള്ള രാഷ്ട്രീയ ദർശനങ്ങൾക്ക് മാത്രമേ വിലയുണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് BJP അടുത്ത 50 വർഷം ഭാരതം ഭരിക്കും എന്നതിനെപ്പറ്റി എനിക്ക് യാതൊരു സംശയമില്ല. വാസ്തവത്തിൽ ഒരു BJP നേതാവ് പറഞ്ഞതുപോലെ ഇനിയും ഇലക്ഷൻ നടത്തുന്നതൊക്കെ അർത്ഥശൂന്യമാണ്. കാരണം ഇലക്ഷൻ നടത്തിയാലും ഞങ്ങൾ തന്നെ വിജയിക്കുകയുള്ളൂ. ഓരോ ഇലക്ഷൻ കഴിയുന്തോറും ഞങ്ങളുടെ ശക്തി വർദ്ധിച്ചു വരികയുള്ളൂ. അതുകൊണ്ട് വലിയ വലിയ തുക കൊടുത്ത് ആയിരക്കണക്കിന് കോടി രൂപകൾ ചിലവാക്കി വലിയ തത്രപ്പാട് നടത്തിയിട്ട് വല്ല കാര്യവുമുണ്ടോ? ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. ഈ രാജ്യത്തിൻ്റെ ഭരണചക്രം ഞങ്ങളുടെ കയ്യിൽ തന്നെ ആയിരിക്കും എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ട്. പക്ഷേ അത് പറയുന്നതിൽ അദ്ദേഹം കണ്ട ലോജിക്കും ഞാൻ കാണുന്ന ലോജിക്കും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് മാത്രം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കേരളത്തിൽ, ഈ കേരളം, കൊച്ചു കേരളം, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പല ആളുകളും തികച്ചും പോഷത്വം പറഞ്ഞുകൊണ്ടിരുന്ന കേരളം, ധാർമ്മിക മൂല്യങ്ങൾക്ക് പുല്ലിൻ്റെ വില കൽപ്പിക്കാത്ത കേരളം, അസത്യം വാതുറന്ന് വിളിച്ചു പറയുവാനും അതേ അസത്യം വാതുറന്ന് വിഴുങ്ങുവാനും കാത്തിരിക്കുന്ന ഒരു ജനത ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ എവിടെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇവിടെ സ്വച്ഛാധിപത്യത്തിന് മാത്രമേ മാർക്കറ്റ് ഉണ്ടാകുകയുള്ളൂ, യാതൊരു സംശയവുമില്ല. ഒരു ജനതയുടെ ധാർമ്മികമായ അടിത്തറ പൊളിഞ്ഞു പോകുമ്പോൾ അവർക്ക് ജനങ്ങളെ സ്നേഹിക്കുകയും അവരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളോട് പുച്ഛമായിരിക്കും. അവരെ ഏറ്റവും മർക്കട മുഷ്ടി കൊണ്ട്, ഇരുമ്പ് മുഷ്ടി കൊണ്ട് ഭരിക്കുന്ന ആളുകളോട് അവർക്ക് വലിയ ബഹുമാനവും ആദരവും സ്നേഹവുമായിരിക്കും. അങ്ങനെയുള്ള ആളുകളില്ലെങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴുമെന്നവർ ആത്മാർത്ഥമായി വിശ്വസിക്കും. അങ്ങനെയുള്ളവർ കാണപ്പെടുന്ന ദൈവങ്ങളാണെന്ന് അവർ നിർബന്ധം പിടിക്കും. അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് നാം എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ യാതൊരു സംശയവുമില്ല, കേരളം, കൊച്ചു കേരളം, ഈ മനോഹര തീരം 10 വർഷത്തിനുള്ളിൽ BJPയുടെ കയ്യിലിരിക്കും. ഈ വരുന്ന ഇലക്ഷന് 5 സീറ്റ് കിട്ടിയില്ലെങ്കിൽ 3 സീറ്റെങ്കിലും അവർക്ക് കിട്ടിയിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും മറ്റന്നാൾ കാത്തിരിക്കാതെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി വ്യക്തത പ്രാപിപ്പാൻ കഴിയും. ഏതായാലും രാഷ്ട്രീയമായ മാറ്റം മറിച്ചിലുകൾ എങ്ങനെ സംഭവിക്കുന്നില്ല എന്നത് എൻ്റെ പ്രത്യേകമായ ശ്രദ്ധയുടെയോ കഴിവിൻ്റെയോ മേഖലയല്ല, അറിവിൻ്റെയോ മേഖലയല്ല. പിന്നെയോ എൻ്റെ ആകപ്പാടെയുള്ള ചിന്ത ഒരു ജനതയുടെ ധാർമ്മികവും ആത്മീകവുമായ അധപ്പതനം, അതിൽ കൂടെ സംഭവിക്കാവുന്ന വലിയ വിപത്തുകൾ, അതിന് വളം വെച്ചു കൊടുക്കുന്ന മത നേതാക്കന്മാർ അവരെ കാണുന്നിടത്ത് ഛർദ്ദിക്കണമെന്നാണ് ഞാൻ പറയുന്നത്.
ആളുകളുടെ മുഖത്ത് നോക്കി ഉളുപ്പില്ലാത്ത പച്ചക്കള്ളം വിളിച്ചു പറയാൻ, കുപ്പായം ഇട്ടുകൊണ്ട് വിളിച്ചു പറയാൻ. ഞാൻ അവസാനം ഒരു കാര്യം കൂടി പറയട്ടെ, വസ്തുത മാത്രം ഞാൻ പറയാം. നിങ്ങളൊരു ചെറിയ കണക്കെടുക്കണം. കേരളത്തിൽ നമ്മുടെ പെൺകുട്ടികൾ വളരെ കഴിവുള്ളവരാണ്, ആൺകുട്ടികളെക്കാൾ കഴിവുള്ളവരാണ്, യാതൊരു സംശയമില്ല. നമ്മുടെ പെൺകുട്ടികൾ അന്യമതസ്ഥരെ ഇന്ന് പൂർവാധികമായി വിവാഹം ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, അവർ കൂടുതൽ വിവാഹം ചെയ്യുന്നത് ഹിന്ദു യുവാക്കന്മാരെയാണോ മുസ്ലിം യുവാക്കന്മാരെയാണോ? എനിക്ക് യാതൊരു സംശയമില്ല, നമ്മുടെ പെൺകുട്ടികളിൽ ഒരു പെൺകുട്ടി ഒരു മുസ്ലിം യുവാവിനെ വിവാഹം ചെയ്യുന്നുണ്ടെങ്കിൽ 10 പെൺകുട്ടികൾ, അതായത് 10 ഇരട്ടി ഹിന്ദു യുവാക്കന്മാരെ വിവാഹം ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് പ്രശ്നമല്ല. കാരണം അത് പ്രശ്നമാക്കിയാൽ രാഷ്ട്രീയമായ തിരിച്ചടി കിട്ടും, തലയുണ്ടാവില്ല. അതുകൊണ്ട് മാത്രമാണ്. ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്കറിയാം, ഈ മാമാങ്കം കളിക്കുന്ന മനസാക്ഷിയില്ലാത്ത മതമൃഗങ്ങൾ അവർ ഈ സംസ്ഥാനത്തോട് ചെയ്യുന്ന അപരാധവും അനീതിയും, ഈ സംസ്ഥാനത്തിൻ്റെ ഭാവിയുടെ കഴുത്തിൽ കത്തിവച്ചിരിക്കുന്ന ഈ ഒരു പ്രവർത്തന രീതിയും, അതിന് ആത്മീയമായ മതപരമായ പരിവേഷവും കൊടുക്കുന്ന ഈ ഒരു അപകടമേറിയ അവസ്ഥയിൽ നിശബ്ദത പാലിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ലാത്തത് കൊണ്ടാണ്, അവകാശമില്ലാത്തത് കൊണ്ടാണ് മനസ്സില്ലാ മനസ്സോടെ ഈ വിഷയത്തെ ഞാൻ കൈകാര്യം ചെയ്യുന്നത്. എനിക്ക് നന്നേ ദുഃഖമുണ്ട്. എ.കെ. ആൻ്റണിയും അദ്ദേഹത്തിൻ്റെ പുത്രനും എത്ര പരസ്പര സ്നേഹത്തോടു കൂടെയാണ് ഈ അടുത്ത ഇടവരെ വസിച്ചത് എന്ന് എൻ്റെ ദൃക്സാക്ഷിയാണ് ഞാൻ. ദൃക്സാക്ഷിയാണ്. ആ ഭവനത്തിന് സംഭവിച്ച അത്യാഹിതം, ദുരന്തം നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കരുത്. ഇത് ഈ സംസ്ഥാനത്തിന് വരാൻ പോകുന്ന ദുരന്തത്തിൻ്റെ മുന്നോടി മാത്രമാണ്. ഞാൻ പറയാനുള്ളത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ബാക്കി നിങ്ങളുടെ ഇഷ്ടം. നമസ്തേ.